നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പല നിലക്കുള്ള ജോലികൾ ചെയ്ത് പൈസ സമ്പാദിക്കുന്നവരാണ്. എന്നാൽ ചിലരെങ്കിലും പൈസ ലഭിച്ചാൽ മതി, അതിന്റെ മാർഗം ക്ലിയർ ആകേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് വഞ്ചിച്ചിട്ടാണെങ്കിലും ചതിച്ചിട്ടാണെങ്കിലും സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന് മാത്രം ലക്ഷ്യം വെക്കുന്നവർ. നമ്മൾ ആലോചിക്കേണ്ടത്, സത്യസന്ധതയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്തിനും ആയുസ് കൂടുതലായിരിക്കും, അല്ലാത്തതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് ഗുണത്തിലേറെ നാശങ്ങൾ സംഭവിച്ചു പോകും. നിങ്ങൾ നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ ഭരണീയരെ അവരെ കുറിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു വീട്ടിൽ കശപിശ കേൾക്കുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംസാരം? മാതാവും മകളും തമ്മിൽ സംസാരിക്കുകയാണ്. മാതാവ് പറഞ്ഞു, ഇഖ്ലിത്തിൽ മാ ഫിൽ ലബൻ, മകളെ, നമുക്ക് കച്ചവടം ചെയ്യാനുള്ള പാലിൽ നീ കുറച്ച് വെള്ളം ചേർക്ക്. അപ്പം ആ മകൾ ചോദിച്ചു, അല്ല ഉമ്മ, ഉമർ റളിയല്ലാഹു അൻഹു ഇതിനെ നിരോധിച്ചു, നമ്മുടെ ഭരണാധികാരി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ഉമ്മ അറിഞ്ഞില്ലേ? ഉമ്മ പറഞ്ഞു, മോളെ, നിന്നെ കുറിച്ച് ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അറിയുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ ബേജാറാകുന്നത്? ആ സമയത്ത് മകൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്, വല്ലാഹി മാ കുന്തു ലഉതീഉഹു അലാനിയതൻ വഅസീഹി സിർറാ. അല്ലാഹുവിനെ തന്നെ സത്യം, ആ ഭരണാധികാരിയെ പ്രത്യക്ഷത്തിൽ ഞാൻ അദ്ദേഹത്തിന് വഴിപ്പെടുകയും പരോക്ഷമായി അദ്ദേഹത്തിന് എതിരെ ചെയ്യുകയും ചെയ്യുക, ഇത് എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. മഹാനവറുകൾ ചെയ്തത് എന്താണ്? സ്വന്തം മകനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ ഈ മഹദിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഈ മഹദിയെ വിവാഹം കഴിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ ആലോചിക്കൂ, സത്യസന്ധതയ്ക്ക് ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ വലിയ പ്രതിഫലം തരും. ആ മഹദിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ജദ്ദത്ത്